മോർണിംഗ് കണ്ടുസിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചക്കര വന്ന പ്രമാണിച്ച് ഒളിച്ചു നിൽക്കുന്നുണ്ട്. വന്നത് പ്രമാണിച്ച് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാണിച്ചു തരാം. ആക്ച്വലി അവർക്ക് ഇന്നലെ ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയായിരുന്നു. രാവിലെ നോക്കുമ്പോൾ പൊടി കാണുന്നില്ല കേട്ടോ. പൂച്ചേനെ വിളിക്കുന്നതാണ് അവൾ. അപ്പോൾ ഇന്നലെ നല്ല ചക്കരയ്ക്ക് ഇഷ്ടമുള്ള കേതൽ മീൻ, എനിക്ക് ഈ മീൻ ഇഷ്ടമല്ല, നല്ല വറ്റിച്ച് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നെടുത്ത് ചൂടാക്കിയതാണ്. പിന്നെ പുട്ട്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മൾ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. ജോക്കുട്ടിന് എന്തേരി ടേബിൾ ഒന്നും ഇല്ല. അമ്മ 1 മണിക്ക് ഫുഡ് കഴിക്കും. എല്ലാം സെറ്റ്. ആകാശം കൊണ്ടാ എങ്ങനെ ഉണ്ടാ എന്നെ ചേച്ചിന്റെ മീൻകറി? ജോൺസൈഡായി ആണെങ്കിൽ ഉണ്ടല്ലോ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം കഴിക്കണം. അതല്ല ഞാൻ പറഞ്ഞ എന്നോടില്ലാത്ത സ്നേഹ പൂച്ചേനോട്. ഇപ്പൊ നീ വിശ്വാസമായിട്ട് ഇപ്പൊ മനസ്സിലായോ? തുടങ്ങിയിട്ട് നിർത്തിപ്പോയതാ. അതങ്ങനെ ചെയ്ത് ചേട്ടാ. അവിടുന്ന് കരച്ചിലായിട്ടിട്ട് ഭയങ്കര മൃഗസ്നേഹിയാ. അതുകൊണ്ട് എന്നോട് സ്നേഹമില്ലാതെ. അതുകൊണ്ടാ നിങ്ങളോട് രണ്ടിനോട് സ്നേഹം. അതെ. ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടോ. കുറേ ഇന്ന് സ്റ്റഡി അബ്രോഡ് നമ്മുടെ എക്സ്പോ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. ഏഞ്ചലിനെയും കൂട്ടിയിട്ട്. ഏഞ്ചലുണ്ട്, ആകാശുണ്ട്, നിലയുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഞാനിവിടെയാണ് കേട്ടോ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നിന്ന ഹോസ്റ്റലാണിത്. അതിൻ്റെ തൊട്ടടുത്ത് ജെയിൻ ടെമ്പിൾ ഉണ്ട്. അവിടെ പോയിട്ടോ വീഡിയോ എടുക്കുന്നത്. ഇനി അടുത്തതുണ്ടല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ. ഞങ്ങൾ പിന്നെ വന്ന മജീദ് ഖാൻ്റെ കടയിലാണ് കേട്ടോ. മജീദ് ഖാൻ്റെ കടയിൽ ബീഫ് കഴിച്ചത്. ഇതെന്ത് സാധനമാണ്? ബോട്ടിയാണ്. അത് വെച്ചേക്കണ ബോട്ടിയാണ്. ബോട്ടി ഇവിടെ എത്രങ്ങാനും കിലോ ബീഫാണ് നല്ല ദിവസം വരെ വിൽക്കുന്നത്. ബോട്ടിയുണ്ട്, ബീഫുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ ഫുഡ് സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ലക്ഷ്യം. അടിപൊളിയോ. കപ്പയുണ്ട്, ബീഫുണ്ട്, നെയ്പ്പത്തിരിയുണ്ട്, ചോറുണ്ട്, തലമ്പരിയുണ്ട്, ബീഫ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ഷൂട്ടിന് വന്നത് ഒരു കള്ള് ഷാപ്പിലാണ് കേട്ടോ. അവിടുത്തെ ഇടിയിറച്ചിയാണ്. പുകവലി നിരോധിത മേഖലയാണ്. നമ്മളിവിടുത്തെ ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വന്നേ കേട്ടോ. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. കപ്പ, കള്ളപ്പം എല്ലാം ഉണ്ട്. ബൈച്ചൊക്കെ ബൈപ്പാസില്ല. നല്ല പാട്ടിച്ചിട്ട് നല്ല കോപ്പിറേറ്റ് അറിയാതെ ഞാൻ. പിന്നെ നമ്മൾ വന്നത് ബൈച്ചോ കഫേലാട്ടോ. പോത്തുംകാലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാ. ഇന്ന് ഫുള്ള് തീറ്റിയോട്. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ വന്നേ. ചക്കുചേച്ചിനെ കാണാൻ ആരാ വന്നേ? ചക്കുചേച്ചിന് ഇഷ്ടമായോ? ചക്കുചേച്ചിന് ഇഷ്ടമാണോ? ആണോ? നാണം നോക്കിക്കേ. അവൾക്ക് കണ്ട കുറച്ച് നേരത്തേക്കുള്ള നാണാണേ. അത് കഴിഞ്ഞാൽ ചക്കുചേച്ചിൻ്റെ പുറകെ പോകും. ചക്കുചേച്ചിനെയാണോ ഇഷ്ടം? അന്നാൻറ്റീനെയാണോ? അന്നാൻറ്റീനെയാ? പടച്ചോനെ, ഇതിനിഷ്ടല്ല. അത് പാവല്ലേ. ഇതാരാ അന്നാൻറ്റീൻ്റെ? ചക്കുചേച്ചി ആരാ അന്നാൻറ്റീൻ്റെ? കൊച്ചോ? ചേട്ടേ, ചക്കുചേച്ചി അന്നാൻറ്റീൻ്റെ കൊച്ചാണ്. ചക്കുചേച്ചി മിഠായി കൊണ്ടുവന്നപ്പോൾ ചക്കുചേച്ചിന് ഇഷ്ടമാണോ? അന്നാൻറ്റീനെയാണോ കൂടുതൽ ഇഷ്ടം, ചക്കുചേച്ചിനെയാണോ? ഞാൻ പറഞ്ഞില്ല 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ മാറുന്നു പറഞ്ഞില്ലേ. ചക്കുചേച്ചിന് ഇഷ്ടമാണോ? ഇത് ചക്കുചേച്ചിൻ്റെ കൂടെയാണോ കിടക്കുന്നത്? ഓസ്ട്രേലിയ കൊണ്ടും. ചക്കുചേച്ചി എവിടെയാണ് പഠിക്കുന്നത്? ആ 2 സ്കൂളിൻ്റെ പേരിലറിയും. കണ്ടോ, എൻ്റെ കുട്ടി സ്കൂളിൽ നിന്ന് വീണ് കാലൊക്കെ മുറിഞ്ഞിരിക്കേണ്ട ദൈവമേ, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു അല്ലേ. കുറേ പേര് കാത്തൂനെ വീഡിയോക്കകത്ത് വെച്ചു. കാത്തു ഇപ്പോൾ ഡേ കെയറിൽ പോകുന്നുണ്ട് കേട്ടോ. കാത്തൂനെ കാണാത്ത കാത്തൂനൊരു അനിയൻ കുഞ്ഞാവയൊക്കെ ഉണ്ടായില്ലേ. കാത്തു അനിയൻ കുസൃതിയാണോ? പറഞ്ഞു കൊടുക്ക്, കുസൃതിയാണോ? ഡാൻസ് പഠിച്ച് പറഞ്ഞു കൊടുക്ക്. സ്കൂളില് നല്ല തിളങ്ങുന്നിട്ട് ഉടുപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. പൊട്ട് വള അല്ലേ. ഞാനും കാണാൻ വരുവേ.
തിളങ്ങുന്നതൊക്കെ ഓക്കെ എനിക്കൊരു കോൾ അത് തിളങ്ങുന്ന തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് രാത്രി കേട്ടോ ജോൺസന്റെ വീടിൻ്റെ മുമ്പിൽ പുതിയ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. പണ്ട് ഇത് ഭയങ്കര വിലയായിരുന്നു ഇത് ഇറങ്ങിയപാട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. പക്ഷെ വാങ്ങാൻ വലിയ പൈസ ഇല്ലല്ലോ. അത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്തൊക്കെ വാങ്ങില്ല. ഇപ്പോൾ ഇതെല്ലായിടത്തും ഇങ്ങനെ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. വലിയ രുചിയില്ല. കുറു ഇരിക്കുന്ന ഒരു രുചി. ജോൺസന്റെ വീട്ടിൻ്റെ പുറത്ത് പുതിയ രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ചക്ക വന്നു പ്രമാണിച്ച് ഞങ്ങൾ പട്ടിണി കേട്ടോ. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് രൂപം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിന് വെളിച്ചത്ത് ഇരുട്ടത്ത് കാണിച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി. ഇതേ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാവിലെ തന്നെ ഇതെന്താ അടുക്കളയിൽ ബൊക്ക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചക്കര വരുന്നപ്പം നമ്മൾ റിസീവ് ചെയ്തപ്പോൾ കൊടുത്തതാണ്. ചക്കര ഇതേ ചീര അരിയുന്നത്. മുടി അയച്ചിട്ട് എന്താണെന്ന് ചോദിക്കരുത്. അവൾ രാവിലെ വന്നപ്പോൾ തന്നെ അവളെ കൊണ്ട് ചീര അരിയിപ്പിച്ചാണ് ജോൺസേട്ടൻ. ഒരിക്കലും അടുക്കള കയറാത്ത ജോൺസൺ ഉണ്ടോ. മോള് വന്നപ്പോൾ തിത്തിപ്പക്കി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുക. ഉള്ളി അരിഞ്ഞരാടി അത് അരിഞ്ഞരാടി. എന്നെ വല്ല സഹായിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് വരെ. സമാധാനം. രാവിലെ നമുക്ക് മീൻ വറുത്തതും പരിപ്പും ചീരയും തക്കാളിയൊക്കെ ഇട്ടൊരു കറി. വെറുതെ തേങ്ങ അരയ്ക്കും. എനിക്ക് തേങ്ങ അരയ്ക്കുന്ന ഇഷ്ടമല്ല. ചക്കരയ്ക്ക് മീനിൻ്റെ ഗ്രേവി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അതാണ് ചക്കരയ്ക്ക്. ഇതൊക്കെ കൂട്ടി ഇപ്പോൾ ചക്കര രാവിലെ പുട്ടടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇന്നലത്തെ വീഡിയോ ഇന്നും ഇവിടെ വൈകിട്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാൻ ഞാൻ ജോൺസൺ തിന്നോണ്ടിരിക്കും. ബൈ.